സ്വർഗദൂതനെ പോലെ എന്റെ മുന്നിൽ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിന് എന്നോട് അലിവ് തോന്നി. ആ വലിയ മനുഷ്യൻ എന്റെ രക്ഷകനായി. ഓർമ്മ വയ്ക്കും മുമ്പേ നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും എല്ലാം അദ്ദേഹത്തിലൂടെ എനിക്ക് തിരിച്ചു കിട്ടി. സ്നേഹിക്കാനും സ്വന്തമെന്ന് അവകാശപ്പെടാനും അദ്ദേഹത്തിന് ആരുമുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഭാര്യയുമായി പിണങ്ങിപ്പിരിഞ്ഞ് ഒറ്റയ്ക്കായിരുന്ന ജീവിതം. ആ ഏകാന്തമായ ജീവിതത്തിലേക്ക് ഒരു കുരുന്ന് വെളിച്ചം ഞാൻ. അദ്ദേഹം എന്നെ മോനെ എന്ന് വിളിച്ചു. അന്നു മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ എബിക്കുട്ടനായി. ജനിച്ചതെന്നാണെന്നറിയില്ല. തെരുവിൽ നിന്നും എന്നെ കണ്ടെടുത്ത ദിവസം അതെന്റെ ജന്മദിനമായി. എല്ലാ വർഷവും മതിമറന്ന് ഞങ്ങളത് ആഘോഷിച്ചു. സകല സൗഭാഗ്യങ്ങളും തികഞ്ഞ കോളേജിലെ friends, romance, countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do lives after them. The good is often interred with their bones. So let it be with Caesar. ഹോസ്റ്റലിൽ വെച്ച് ഒരു ദിവസം അപ്രതീക്ഷിതമായിരുന്നു ആ ന്യൂസ്. ഡാഡിയുടെ മരണം. എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും അതോടെ തകർന്നു. പണ്ടെങ്ങോ പിണങ്ങിപ്പോയ ഡാഡിയുടെ ഭാര്യ മരിച്ച ദിവസം കരഞ്ഞു വിളിച്ചുകൊണ്ട് കയറി വന്നു. കൂടെ 2 സഹോദരന്മാരും. പിന്നെ അവർ തിരിച്ചുപോയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഡാഡിയുടെ ഒരേ ഒരു ദുഃഖം തന്നെ മനസ്സിലാക്കാത്ത, തന്നെ സ്നേഹിക്കാത്ത ഭാര്യയെ ഓർത്തായിരുന്നു. ഡാഡിയുടെ പണത്തോട് മാത്രമായിരുന്നു അവർക്കെപ്പോഴും താല്പര്യം. ഡാഡിയുടെ സ്വത്തുക്കൾ ഓരോന്നായി അവരും സഹോദരന്മാരും കൈവശപ്പെടുത്താൻ തുടങ്ങി. തോമസ് എബ്രഹാമിന്റെ വളർത്തുമകൻ ആ വീട്ടിൽ ആരുമല്ലാതായി. ആര് പറഞ്ഞു ഈ ഫോട്ടോ മാറ്റാൻ? താനാരാ ചോദിക്കാൻ? ഇത് ഡാഡിയുടെ മുറിയാ. തനിക്ക് തോന്നിയ ദിവസം കാണിക്കുന്ന സ്ഥലമല്ല. ആണോ? എന്നാലേ ഇന്നു മുതൽ എന്റെ മുറിയാ. ഈ മുറി വൃത്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. താൻ പോ. പോകാൻ മനസ്സില്ലെങ്കിലോ? ഇവിടെ കയറി ഭരിക്കാൻ താനാരുവാ? ഇതെന്റെ അളിയുന്ന വീടാ. എനിക്കിഷ്ടമുള്ളത് ചെയ്യും.
ബ്ലഡി ബാസ്റ്റഡ്. കണ്ട തെണ്ടികൾക്ക് കയറി അധികാരം കാണിക്കാനുള്ള സ്ഥലമല്ല. എന്റെ വീടാ ഇത്. അവൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇറങ്ങി പോടാ ഇവിടുന്ന്. I say you get out! അതുവരെ അനുഭവിച്ച സൗഭാഗ്യങ്ങളെല്ലാം വെറുമൊരു സ്വപ്നമായിരുന്നു എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു. ആരോരുമില്ലാതെ, ഒന്നുമില്ലാതെ ഈ വലിയ ലോകത്തിൽ പിന്നെയും ഞാൻ ഒറ്റയ്ക്ക്. കള്ള കഴിവണം. കൊച്ചിലെ ഇന്ന് അവൻ കണ്ണു മോട്ടിച്ചു. നാളെ അവൻ എന്റെ പണപ്പറ്റില്ല. എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? കൊച്ചുകുട്ടിയല്ലേ? ഇതെന്താണ് ഞാൻ കൊണ്ടുപോകാം. മീനില്ലേ? കൊണ്ട് കരിമീൻ. ഒരു കരിമീൻ ഫ്രൈ. മസാല ഉണ്ടോ? മസാല ഉണ്ട്. ഒരു മസാലയും ഒരു ഡബിൾ ഓംലെറ്റ്. കുടിക്കാൻ എന്തുണ്ട്? ചായ, കാപ്പി. ഹോർലിക്സ് ഇല്ലേ? ഹോർലിക്സ് ഉണ്ടല്ലോ. അപ്പൊ അത് വേണ്ട, 2 ബോൺവിറ്റ. ₹37.50. വളരെ ചീപ്പാണല്ലോ. അതെ അതെ. ഇപ്പൊ എത്രയായി? 38 ഉറുപ്പിയായി. എന്റെ കാശില്ല. അതെന്താ? കാശില്ല. കാശില്ലാണ്ട് പിന്നെ? കാശില്ല എന്ന് പറഞ്ഞാൽ കാശില്ല. ഇനി ഉണ്ടെങ്കിലും തരാൻ മനസ്സില്ല. മനസ്സില്ലെന്നോ? മനസ്സില്ല. വിളിയണോ എന്റെ പോലീസിനെ? വിളിക്കാൻ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? എവിടെ വെച്ചാ? പറയടാ. എന്നെ എടാ പോടാന്നൊന്നും വിളിക്കരുത്. അയ്യോ ഇല്ലേ, സാറേന്ന് വിളിക്കാം. എവിടെ വെച്ചാണ് ആവോ സാറേ നമ്മൾ തമ്മിൽ കണ്ടത്? പറയാം. ഇതെന്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. 50,000 രൂപയുടെ ടിക്കറ്റാണ് എനിക്ക് വിൽക്കാനുള്ളത്. ഒരു നശിച്ച ഫുട്ബോൾ ടൂർണമെന്റ്. ഒരു 5,000 രൂപയുടെ പേട്രൺ ടിക്കറ്റ് സാർ എടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ ഡാഡിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിങ്ങൾ ഇതും പറഞ്ഞ് കെഞ്ചുമ്പോൾ ഞാനുണ്ടായിരുന്നു ഡാഡിയുടെ തൊട്ടടുത്ത്. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പോലീസ് ക്ലബിന്റെ വാർഷികത്തിനും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കുരിശിനും കൈയയച്ച് സഹായിച്ചിരുന്ന ഒരു പാവം പണക്കാരനുണ്ടായിരുന്നു ഈ നാട്ടിൽ. തോമസ് എബ്രഹാം. ഡു യു റിമെമ്പർ ഹിം? മിസ്റ്റർ തോമസ് എബ്രഹാമിന്റെ മകൻ? മകനല്ല, വളർത്തു മകൻ. താൻ പൊയ്ക്കോളൂ. സോറി സാർ, ഞാൻ പോയില്ല. ബിഷപ്പ് സഹിക്കാഞ്ഞിട്ട് ഒരു ബന്ന് മോഷ്ടിച്ചതിന് ഒരു പാവം ചെറുക്കനെ നിങ്ങളുടെ ആൾക്കാർ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചെയ്ത കുറ്റം ഒന്ന് തന്നെയാണ്, മോഷണം. തെരുവിൽ കിടക്കുന്ന ഏതോ തെണ്ടിച്ചെറുക്കൻ, അതുപോലെയാണോ താൻ? ഒരിക്കലും അല്ല. എനിക്ക് തോമസ് എബ്രഹാമിന്റെ മേൽവിലാസം ഉണ്ടല്ലോ. ഒരു ബന്ന് കെട്ടതിന് നിങ്ങൾ അവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് കോടതി കയറ്റുമോ? ഇല്ല. ഇവിടെ തെളിയാതെ കിടക്കുന്ന ചിലർ മോഷണങ്ങൾ കൂടി ആ പാവത്തിന്റെ തലയിൽ വെച്ച് കെട്ടും. കോടതി അവനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കും. അവനേക്കാൾ വലിയ കള്ളന്മാരുടെ നടുവിലേക്ക്. ഒടുവിൽ ഒരു പെരുങ്കള്ളനായി അവൻ പുറത്തിറങ്ങും. താൻ ഈ ഫിലോസഫി ഒന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. മിസ്റ്റർ തോമസ് എബ്രഹാമിന്റെ കെയർ ഓഫിൽ തന്നോട് എനിക്ക് സിമ്പതിയുണ്ട്. യു ക്യാൻ ഗോ. ആ പയ്യനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സോറി സാർ, ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ അവനെ കൂടി വിടണം. ഒന്നും പറയണ്ട.
നിനക്ക് എന്താണ് പറയാനുണ്ടാവുമെന്ന് എനിക്കറിയാം. അടികൊണ്ടപ്പം നിനക്ക് നൊന്തോ? എല്ലാരും അതെ, എപ്പോഴും എന്നെ തല്ലും. എനിക്ക് ശീലമായി. ഞാൻ ഇനി കക്കൂല സർ. ഞാൻ സാറിന്റെ കൂടെ പോന്നോട്ടെ. വിശക്കുമ്പോ എന്തെങ്കിലും തന്നാ മതി. എന്ത് പണി വേണമെങ്കിലും എടുത്തോളാം. സാറല്ല, ചേട്ടൻ. എനിക്ക് ആരുമില്ല. ഞാൻ ചേട്ടൻ്റെ കൂടെ പോന്നോട്ടെ. എങ്ങോട്ട്? എങ്ങോട്ടാച്ചാലും. നിന്നേക്കാളും വലിയ തെണ്ടിയാടാ ഞാൻ. വലിയൊരു തെണ്ടി. അന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള എന്റെ കുട്ടിക്കാലം ഞാൻ അവനിൽ തിരിച്ചറിഞ്ഞു. അതായിരുന്നു തുടക്കം. വിശന്നിട്ട് എനിക്ക് കരച്ചില് വരുന്ന. രണ്ടാം പാടില്ല, കക്കാനും കൂടി പാടില്ല. കയ്യില് കാശുമില്ല, പിന്നെ ഇങ്ങനെ തിന്നാൻ കിട്ടാ. ഞാൻ പോവാ. വല്ല സിനിമാ തിയേറ്ററിലും പോയി ബ്ലാക്കിൽ ടിക്കറ്റ് വിറ്റാൽ സുഖമായിട്ട് കാശ് കിട്ടും. കുട്ടാ, നീ പോവോ? ഞാൻ പോവും. എങ്കിൽ പിന്നെ എന്തിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പൊയ്ക്കോ. ചെന്ന് ബ്ലാക്കിലോ കട്ടോ കാശുണ്ടാക്ക്. എവിടെയെങ്കിലും പോയി തൊലേ. പോടാ. പോണോ അവന്റെ കൂടെ ആർക്കെങ്കിലും? പൊയ്ക്കോ. ആര് വേണമെങ്കിലും പൊയ്ക്കോ. ഞാൻ പോണില്ല. എന്താ എന്താ ഇവിടെ? എന്താണ് ഇവിടെ രാത്രി പിള്ളേരെ കൊണ്ട്? മോട്ടിക്ക് ഇറങ്ങിയാണോടാ? സാറേ, അത് രാത്രി ഉറങ്ങാൻ വേണ്ടിട്ടോ? നിന്നെ തന്നെ സംഭവിച്ചാണത്? മര്യാദയ്ക്ക് സംസാരിക്കാം. സംസാരിച്ചില്ല. നീ എന്തിയോടാ? ഇങ്ങോട്ട് മാറി. പോലീസാണെന്ന് ഞാൻ ഓർക്കത്തില്ല. നീ എന്തിയോടാ റാസ്കൽ? കുട്ടികളെ കൊല്ലേ. കുട്ടികളെ കൊല്ലേ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. താൻ ആരാണെന്നാ തന്റെ വിചാരം? ഇവിടുത്തെ കളക്ടറോ? ഇന്നാളെ ഒരു തെണ്ടിച്ചെറുക്കിന് വേണ്ടിയായിരുന്നു ന്യായം പറച്ചിൽ. ഇപ്പോൾ അതുപോലെ അഞ്ചെട്ടെണ്ണത്തിന്റെ പേരും പറഞ്ഞ് പോലീസ് ഇത് മെക്കിട്ട് കയറി. ഈ തെണ്ടിപ്പിള്ളേരുടെ ചുമതല മുഴുവൻ ഏറ്റെടുക്കാൻ ഇയാളാര്? യേശു ക്രിസ്തു. താൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് വേണ്ടി? എന്തെങ്കിലും ചെയ്യാൻ കഴിയും, കഴിയുന്നിടത്തോളം. തേങ്ങാ കൊല. എന്നാ താൻ ഒരു കാര്യം ചെയ്യും. ഈ ടൗണിൽ 15 കാണും തെണ്ടിപ്പിള്ളേര്. എല്ലാത്തിനും പിടിച്ചങ്ങ് ഏൽപ്പിക്കാം. വാനരസേനയെ താനങ്ങ് പോറ്റ്. മിസ്റ്റർ തോമസ് എബ്രഹാമിനോടുള്ള ബന്ധം കൊണ്ട് പറയുക, തെണ്ടിപ്പിള്ളേരുടെ കാര്യം നോക്കാൻ ഇവിടെ ഗവൺമെന്റും ഓർഫനേജും ഉണ്ട്. താൻ വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. താൻ ഇനിയെങ്കിലും തന്റെ കാര്യം നോക്കാൻ പഠിക്കുക. ആദ്യം സ്വയം രക്ഷപ്പെട്, എന്നിട്ടാവാം വലിയ വലിയ കാര്യങ്ങൾ. താൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. ആ പിള്ളേരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പണത്തിനോ ശുപാർശയ്ക്കോ കഴിയുമെങ്കിൽ ഞാൻ സഹായിക്കാം.
താൻ ഇനിയെങ്കിലും തന്റെ കാര്യം നോക്കാൻ പഠിക്കുക. ആദ്യം സ്വയം രക്ഷപ്പെട്, എന്നിട്ടാവാം വലിയ വലിയ കാര്യങ്ങൾ. എന്തിനാ എല്ലാരും എന്റെ പുറകെ വരുന്നത്? ആരും കൂടെ വരണ്ട, എവിടെങ്കിലും പോയി തൊലേ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരിക്കലും ഈ കുട്ടികളെ പിരിയാൻ എനിക്കാവില്ലെന്ന് അന്ന് മനസ്സിലായി. അന്ന് നഗരത്തോട് യാത്ര പറഞ്ഞു. പിന്നെ സ്ഥിരമായി എങ്ങും തങ്ങിയില്ല. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, വിതയ്ക്കാതെ കൊയ്യാതെ കളപ്പുരകൾ നിറയ്ക്കാതെ ദേശാടന കിളികളെ പോലെ ജീവിതം. കാപ്പി. കൊള്ളാം, നല്ല കാപ്പി. ഞാൻ വരട്ടെ. താൻ നാളെ സൗകര്യം പോലെ പള്ളിയിലോട്ടൊന്നു വാ, ഞാൻ മേടയിലുണ്ടാവും. ശരി അച്ഛൻ.